അങ്ങനെ നമ്മൾ നമ്മുടെ വഴുതനങ്ങയുടെ തൈയൊക്കെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന ഈ ചാക്കിലേക്കൊന്ന് നട്ട് റെഡിയാക്കി കൊടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മണ്ണൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുഴികളൊക്കെ ഉണ്ടാക്കിയത് ഈ വഴുതനങ്ങയുടെ തൈയും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ 3-4-5 ചാക്കിലേക്ക് ഒറ്റയായിട്ട് നട്ട് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ചാക്കുകളില്ല, അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആയിട്ട് വരാനും ഇച്ചിരി പാടാണ്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റം നിറച്ച് പുഴ പോലെയാവും. അപ്പോൾ ഈ വഴുതനങ്ങ അതുപോലെ തന്നെ നമ്മൾ വിത്തിട്ടേക്കണ കാരണം ഒരുമിച്ചാണ് കൊണ്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മാറ്റി നടുമ്പോഴാണ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി നടുന്നത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി നട്ടു, 2 3 ഒക്കെ പിരിച്ചും ഒക്കെ നട്ടു. അല്ലാത്ത ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ 2 3 ഒക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഒരുവിധം വേര് പിടിച്ച് വരുമ്പോഴത്തേക്ക് ആ ചട്ടിയിൽ നിന്ന് ഈ ചട്ടിയിലേക്ക് മാറ്റി, ഈ ചട്ടിയിൽ നിന്ന് ആ ചട്ടിയിലേക്ക് മാറ്റും. മിക്കവാറും ഇങ്ങനെ മാറ്റി മാറ്റി നടാലേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും വളർന്നു വരാനും ഇതിനകത്തൊന്നും ഉണ്ടാവാനും വലിയ സാധ്യത കുറവാണ്. അങ്ങനെ നമ്മൾ 2 3 4-ാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം നടന്നത്. നമ്മൾ ബീട്രൂട്ടാണ് നിഗമനത്തിൽ എത്തിയ സാധനം. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ വേറൊരു പൊക്കമുള്ള ചാക്ക് എടുത്തു കേട്ടോ. നമ്മുടെ മണ്ണ് കുപ്പിയാണ്, താഴെ ചവിട്ട് എന്തോ പറ്റി പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് സെറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ അടിയിൽ വിളയുന്ന ഒരു സാധനമാണെന്നുള്ള നിഗമനത്തിലാണല്ലോ നമ്മൾ എത്തിയത്, അതായത് ബീട്രൂട്ടാണെന്നുള്ള നിഗമനത്തിൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു ചട്ടിയിൽ നട്ടിട്ട് ശരിയാവില്ലാത്ത കാരണമാണ് ഈ പൊക്കമുള്ളതിനകത്ത് നട്ടത്. അതിനകത്തുനിന്നും വീണ്ടും പിഴുത് ഇതിനകത്തേക്ക് വെച്ച് ഏകദേശം എന്തായാലും ഒരുവിധം റെഡിയാക്കി എടുത്തു. ഇപ്പോൾ ഒന്ന് വാടി നിൽക്കണ്ട്, ശരിയാവുമായിരിക്കും.